താമസിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എന്റെ ഒരു തീരുമാന ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുമില്ല. കൊള്ളാം. ആ വീട് പൂട്ടിയിട്ട് വാടക വീട്ടിലേക്ക് പോയി താമസിക്കാൻ പോവുകയാണത്രേ രേണുസുതി. എന്നിട്ട് താക്കോല് ആരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കാമെന്ന്. ഇതിനാണ് പറയുന്നത് അർഹതയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അർഹതയില്ലാത്തവരുടെ കയ്യിലാണ് എന്തെങ്കിലും കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് ഒരു മൂല്യവും അവർ കാണത്തില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം, പുച്ഛം, അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ രേണുസുതിയുടെ മുഖത്ത്. ആ വീടിനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞതും ആ വീട് മോശമാണെന്ന് പറഞ്ഞതും ആ വീട് ചോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിന് മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത് ആരാണ്? രേണുസുതിയാണ്. രേണുസുതി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് രേണുസുതിയെ ആൾക്കാരെ വിമർശിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ വീടിനെ പറ്റിയിട്ട് സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ വിമർശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് രേണുസുതിയാണ്. രേണുസുതി പബ്ലിക്കിന് മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞു, ആൾക്കാർ വിമർശിക്കുന്നു. ഇപ്പൊ കുറ്റം മൊത്തം പബ്ലിക്കിന്, റിയാക്ഷൻ ചാനലുകാർക്ക്. പക്ഷേ ഇത്തരം ഒരു കാര്യം പബ്ലിക്കിന് മുമ്പിൽ വന്ന് പുച്ഛത്തോട് വിളിച്ചു പറഞ്ഞ രേണുസുതിക്ക് ഒരു കുറ്റവും ഇല്ല. സത്യത്തിൽ ഈ വിവാദ നായകന്മാർക്കും നായികമാർക്കും ഒക്കെ എന്ത് സുഖമാണല്ലേ. അതായത് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് എന്ത് കോപ്രായവും പേക്കൂത്തും കാണിക്കാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് വൈറലാകും, പ്രശസ്തി കിട്ടും. പിന്നെ ആ പ്രശസ്തി നിലനിർത്താൻ വേണ്ടിയിട്ട് വിവാദമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയുക. അങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അത് വിവാദമാകുന്നു, നല്ല രീതിയിൽ പ്രശ്നമാകുന്നു എന്ന് കാണുമ്പോഴേക്കും വന്നൊരു ന്യായീകരണ പ്രസംഗം അങ്ങ് നടത്തും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാനത് മനസാ വാച കർമ്മണ അറിഞ്ഞതല്ല എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരുടെ ഒപ്പീനിയൻ ഷിഫ്റ്റ് ആകും. ആൾക്കാർ രണ്ട് രീതിയിലേക്ക് ഒപ്പീനിയൻ പറയാൻ വേണ്ടി തുടങ്ങും. ഒരു പക്ഷം ഈ പർട്ടിക്കുലർ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും, മറുവശം സപ്പോർട്ട് ചെയ്തില്ല. ഗുണം ആർക്കാണ്? ഈ വ്യക്തിക്കാണ്. ഈ വിവാദം ഉണ്ടാക്കിയ നായകനോ നായികയ്ക്കോ ആണ് ഗുണം. അതേ പാതയിലാണ് ഇപ്പൊ രേണുസുതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുതി തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. രേണു തന്നെയാണ് ഇത്രയും വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മൊത്തം റിയാക്ഷൻ ചാനലുകാർക്കാണ്. ഏറ്റവും കൂടുതൽ കുറ്റം ഇപ്പൊ റിയാക്ഷൻ ചാനലുകാർക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും, നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല. പൊതുസമൂഹത്ത് വന്ന് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യത്തില്ല, വിമർശിക്കത്തില്ല. നമ്മുടെ സൊസൈറ്റിയുടെ മുമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് റിയാക്ഷൻ ചാനലുകാർ വിമർശിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം രേണുസുതി ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അവരുടെ ഇപ്പോഴത്തെ വീടിനെ പറ്റിയിട്ടാണ്. KHDC എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് വീട് പണിഞ്ഞു കൊടുത്തത്. ആ ഗ്രൂപ്പ് വീട് പണിഞ്ഞപ്പോൾ 10-20 ലക്ഷം രൂപയുടെ വീടാണ്. നല്ല മനോഹരമായ വീടാണ്, പൊന്നു പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വീടാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷം ആ വീട്ടിൽ താമസിക്കാം. അപ്പൊ ആ വീടിനെ പറ്റിയിട്ട് രേണുസുതി പുച്ഛത്തോടു കൂടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, ആ വീട് ചോരുന്നുണ്ട്, ഗ്ലാസിന്റെ ഇടയിലൂടെ ഒക്കെ വെള്ളം വീഴുന്നുണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ അത് വിവാദമായപ്പോൾ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ വന്ന് മാറ്റി പറയുവാണ്, അഭിനയമാണ്. രേണുസുതിക്ക് ആൽബത്തിൽ അഭിനയിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും റിയൽ ലൈഫിൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. റിയൽ ലൈഫിൽ നല്ല ഒന്നാന്തര അഭിനേത്രിയാണ് രേണുസുതി. ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതിനെക്കാട്ടിൽ വലിയൊരു പാവം വേറെ ഇല്ലെന്ന് തോന്നിപ്പോവും. ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇപ്പൊ മാറ്റി പറയുവാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ചോരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്, ന്യായീകരണമാണ്. ഏതായാലും നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടിട്ട് വരാം. രേണുസുതി, എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്ന തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, പഠിക്കാൻ പോയേക്കുവാണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നതന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം. അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചതാ പറഞ്ഞ മനസ്സിലായില്ല. എന്താണ് വീടിന്റെ കാര്യത്തിൽ അത് റോഹൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മള് ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണ് നിർത്തിയത്, മീഡിയ എന്നാണ്. ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോ എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാല് ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ജാട. പക്ഷെ എന്നോട് ഒറ്റത്തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല ആണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ.
ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും ശരിക്കും അത് റിവീൽ ചെയ്തുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, അത് പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാൻ? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല, കൊറേ ചാനലുകാർ നിക്കുവല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുവേ. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് നൈസായിട്ടാണ് ആ പറഞ്ഞതിനെ വളച്ചൊടിച്ചത് എന്ന് നോക്കിക്കേ. ഈ ചോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം നമ്മുടെ മുറിക്കകത്തേക്ക് വീഴുന്നതിനെയാണ് ചോരുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എർച്ചിലടിക്കുക എന്ന് പറയാം, അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ ജനലിന്റെ അവിടേക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ദേഹത്തേക്ക് എർച്ചിലടിക്കും. എർച്ചിലടിക്കുക എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്, പല സ്ഥലത്തും പലതായിരിക്കും പറയുന്നത്. അപ്പൊ ഈ എർച്ചിലടിക്കുന്നതിനെയാണ് രേണുസുതി ഉദ്ദേശിച്ചത് അത്രേ, ചോരുക എന്ന വാക്കിലൂടെ. അത് മാത്രമല്ല, ഈ ഇന്റർവ്യൂവിൽ എത്ര നൈസായിട്ട് ചിരിച്ചുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞപ്പോ, ആ ഓൺലൈൻ മീഡിയക്കാരനോട് പറഞ്ഞപ്പോ രേണുസുതി പുച്ഛത്തോടു കൂട്ടാണ് പറഞ്ഞത്. അയാളെ നോക്കുന്ന പോലുമില്ല, വളരെ പുച്ഛിച്ചോണ്ടാണ് പറയുന്നത്. ആ ചോരുന്നൊക്കെ ഉണ്ട്, ആ ഗ്ലാസിന്റെ ഇടയിൽ നിന്നൊക്കെ ചോരുന്നുണ്ട്, ഋതപ്പൻ കിടക്കുന്ന റൂമിന്റെ ആ സൈഡിൽ നിന്നൊക്കെ ചോരുന്നുണ്ട്. ഇങ്ങനെയാണ് രേണുസുതി ഉദ്ദേശിച്ചത്. അങ്ങനെ പുച്ഛത്തോടു കൂടിയിട്ട് പറയുമ്പോൾ അവരെ പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ? ഉറപ്പായിട്ടും അതെ. മാത്രമല്ല, നമ്മളുടെ കാശ് മുടക്കിയാണ് ആ വീട് പണിയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ നമ്മൾ 1 രൂപ പോലും അതിനകത്ത് ഇട്ടിട്ടില്ല, 1 രൂപ പോലും മുതൽ മുടക്കിയിട്ടില്ല. 1 രൂപ പോലും മുതൽ മുടക്കാതെ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വന്ന് നിന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതെന്താണ് ഇവർ ആലോചിക്കാത്തത്? നമുക്ക് കുറ്റം പറയാം, നമുക്ക് കുറവുകൾ പറയാം, നമുക്ക് വിമർശനങ്ങളൊക്കെ രേഖപ്പെടുത്താം. എപ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കിയിട്ടാണ് ആ വീട് പണിഞ്ഞത് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയാം, പബ്ലിക്കായിട്ട് വന്ന് പറയാം ആ ഗ്രൂപ്പ് പണിഞ്ഞ വീടാണ്, കൊള്ളത്തില്ലെന്ന്. പക്ഷേ ഇത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, ആ വീടിനെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ രേണുവിന് സംസാരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഋതപ്പൻ എന്തായാലും കൊച്ചു കുഞ്ഞാണ്, അവന് പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ കിച്ചുവിന് സംസാരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കൊല്ലസുധിയുടെ അമ്മയ്ക്ക് സംസാരിക്കാം. ഈ 3 ആൾക്കാർക്കും അവരെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ അല്ലാതെ വേറെ ആർക്കും തന്നെ ഈ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ മറ്റാൾക്കാരെയോ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റത്തില്ല, ആ വീടിന്റെ കാര്യങ്ങൾ. എന്നാൽ രേണു പറയുന്നു ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ച് അന്വേഷിക്കുന്നത് രേണുവിന്റെ അച്ഛനാണ്. എൻ്റെ പപ്പയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ പപ്പ ഒരുപാട് തവണ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ പപ്പ കോണ്ടാക്ട് ചെയ്തു എന്നാണ് ഈ KHDC ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. പപ്പ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓരോരോ ആവശ്യങ്ങൾ പറയുമായിരുന്നു അത്രേ. ക്ലോക്ക് താഴെ വീണ് പൊട്ടിയതിനും ഫാൻ താഴെ വീണതിനും മോട്ടർ കേടാകാത്തതിനും ഒക്കെ പപ്പ എപ്പോഴും ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു അത്രേ. അത് തന്നെയല്ലേ അവരും പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ പറയുന്നു എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം പപ്പയാണ് ചെയ്തത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് അവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. നിങ്ങളാണ് കോണ്ടാക്ട് വെക്കേണ്ടത്. അതല്ല, ചോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവരോട് വിളിച്ച് പറയേണ്ടത്, അല്ലാതെ നിങ്ങളുടെ പപ്പയല്ല. കാരണം അദ്ദേഹത്തിന് അതിനകത്തൊരു അധികാരവും ഇല്ല. ഈ രേണുസുധിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക്, അദ്ദേഹത്തിന് ആ വീട്ടിലൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ല ഡയറക്റ്റായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് വന്ന് വിളിച്ചു കൂവിയിട്ട് ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈ മലർത്തി കാണിക്കുകയാണ് രേണുസുധി. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും. പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എത്രയോ ആൾക്കാർക്ക് ചാരിറ്റിയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നു, അവരൊക്കെ വന്ന് പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്ക് കിട്ടിയത് ദാനമായിട്ടാണ്. ദാനമായിട്ട് കിട്ടിയതിൻ്റെ പല്ലളക്കാൻ നമുക്ക് ഒരു അധികാരവും ഇല്ല, ഒരു അവകാശവും ഇല്ല. മാത്രമല്ല, നല്ലൊരു വീട് കിട്ടിക്കഴിയുമ്പോൾ അത് ബാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? നമ്മളാണ്. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. വളരെ മനോഹരമായിട്ട് വൃത്തിയും വെടുപ്പിലും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. പക്ഷെ രേണുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് എനിക്ക് കിട്ടിയ വീടല്ല, എൻ്റെ മക്കൾക്ക് കിട്ടിയ വീടാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് രേണു ആ വീടിനെ കാണുന്നത്. രേണുവിന് ആ വീട്ടിൽ ഒരിതുമില്ല, രേണുവിൻ്റെ വീടല്ല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു അപ്രോച്ചാണ് രേണു ആ വീടിനോട് സ്വീകരിച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. നമ്മളിതൊക്കെ കേട്ടും കണ്ടും ഒക്കെ ആണല്ലോ ഇതുവരെ എത്തിയത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഇങ്ങനെ വന്ന് ന്യായീകരിച്ചിട്ടും വളച്ചൊടിച്ചിട്ടും ഒന്നും ഇനി ഒരു കാര്യമില്ല.